ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. മസാലകളൊന്നും തന്നെ ചേർക്കാതെ ഉപ്പ് മാത്രം ചേർത്ത് ഫിഷ് എങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പി. ഇതിനു വേണ്ടി നല്ല വലിപ്പമുള്ള 2 മീൻ എടുത്തിട്ടുണ്ട്. ഇത് വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെതുമ്പൽ കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റ് മാത്രം കളഞ്ഞാൽ മതി. തിലാപ്പിയ ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതിൻ്റെ അകത്ത് നല്ലതുപോലെ ഉപ്പ് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. മെയിനായിട്ട് ഇതിന് ഉപ്പാണ് വേണ്ടത്, വേറെ മസാലകളൊന്നും തന്നെ ചേർക്കത്തില്ല. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചേക്കണം. മല്ലിയിലയേക്കാൾ പുതിനയിലയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ചേർക്കുന്നത്. ഇതേപോലെ മീനിനകത്തോട്ട് കയറ്റി അത് വെച്ച് കൊടുക്കണം. അപ്പോൾ പുതിനയിലയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അടുത്ത മീനും ഇതേപോലെ തന്നെ ചെയ്യാം. ഉപ്പ് പുരട്ടിയതിന് ശേഷം അതിനകത്ത് പുതിനയിലയും മല്ലിയിലയും വെച്ച് കൊടുക്കാം. ഇനി മീനിൻ്റെ പുറത്ത് നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്ത് ഇതേപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കണം. 2 വശവും അതേപോലെ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് പുരട്ടിയതിന് ശേഷം അരമണിക്കൂറോ 1 മണിക്കൂറോ ഇതേപോലെ വെച്ചേക്കാം. അതിന് ശേഷം ഇത് ഗ്രില്ല് ചെയ്യാം. ഇത് പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഹമ്മൂസ് തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം. അതിനു വേണ്ടി 1 കപ്പ് വേവിച്ച കടല എടുത്തിട്ടുണ്ട്. 3-4 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം ആണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള ഇത് ലൂസാകാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. കൂടുതൽ ലൂസാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തഹീന പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ശരിക്കുള്ള ഹമ്മൂസിൻ്റെ ടേസ്റ്റ് വരുന്നത്. തഹീന പേസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് എള്ളൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്ത് ചേർത്താൽ മതി. തഹീന പേസ്റ്റ് എന്ന് പറയുന്നത് എള്ള് അരച്ചു വെച്ചേക്കുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം. കരിയെല്ലാം കത്തി കനലായതിന് ശേഷം അതിലേക്ക് വെക്കാം. ഫിഷ് ഗ്രില്ലിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം 1 പ്രാവശ്യം കൂടി അതിൻ്റെ പുറത്ത് ഉപ്പ് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം 2 സൈഡിലും. അതിന് ശേഷം വേണം ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് വയ്ക്കാൻ. ഉപ്പ് നല്ലതുപോലെ പൊതിഞ്ഞിരുന്നാലേ ഇത് ശരിക്കും ഗ്രില്ലായി വരത്തുള്ളൂ. ഇതിപ്പോൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. 1 സൈഡ് നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. 1 സൈഡ് ഗ്രില്ലായി വരാൻ 10 മിനിറ്റ് എടുക്കും. ഇതിപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ ഗ്രില്ലായി കിട്ടും. ഇനി ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം. ഇതേപോലെ കത്തി വെച്ച് 1 സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ ചെയ്ത് അതിൻ്റെ തൊലി മാത്രം മാറ്റിയെടുക്കാൻ പറ്റും. ഉപ്പ് നമ്മൾ ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും മീൻ കഴിക്കുന്ന സമയത്ത് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ കാണത്തുള്ളൂ. ഉപ്പ് കൂടിപ്പോവും എന്നൊരു പേടിയൊന്നും വേണ്ട. ഇതേപോലെ പതുക്കെ അതിൻ്റെ തൊലി 1 സൈഡിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഈസി ആയിട്ട് മീൻ അതിൽ നിന്ന് മുള്ളൊന്നുമില്ലാതെ എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. മസാലകളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല സോഫ്റ്റുമാണ്. മീനിൻ്റെ മസാലകളൊന്നുമില്ലാതെ മീനിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ. എല്ലാവരും 1 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എരിവുള്ള ഒരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.